കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ നന്മയ്ക്കും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനും അവർക്ക് ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു IPC സെക്ഷനായിരുന്നു 498A എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന സെക്ഷൻ പിന്നീട് പല സ്ത്രീകളും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാർക്ക് വളരെയധികം പേടി സ്വപ്നമുള്ള ഒരു സെക്ഷനായിട്ട് പിന്നീട് 498 മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലാകാലങ്ങളായിട്ടുള്ള ശക്തരായിട്ടുള്ള ഭർത്താക്കന്മാരുടെ എന്താ പറയുക, ലീഗലായിട്ടുള്ള ഒരു ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് 2014 കാലഘട്ടങ്ങളിലേക്കും അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ പോലെയുള്ള കേസുകളിലേക്കും ഫലമായിട്ട് ഓട്ടോമാറ്റിക് അറസ്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം എടുക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതി അതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ഇപ്പോൾ വലിയ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയല്ല IPC 498 എന്ന് പറയുന്നത്. എന്നിരുന്നാലും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജൂലൈ 1 മുതൽ നിലവിൽ വരാനായിട്ട് പോകുന്ന പുതിയ നിയമസംഹിത BNS സെക്ഷൻ 85, 86 ഈ 498 കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അച്ചീസ് ഗുപ്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന് പറയുന്ന 2024 ഒരു സുപ്രധാനമായ കേസിൽ സുപ്രീം കോടതി നമ്മുടെ ലെജിസ്ലേറ്ററോട് പറഞ്ഞിട്ടുണ്ട്, ഈ 498 എന്ന് പറയുന്ന കേസിൻ്റെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു മൃദുഭാവം അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തണമെന്നും എല്ലാവർക്കും അത് തെളിവില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് പറ്റാത്ത രീതിയിലാക്കണമെന്നും അതുകൊണ്ട് തന്നെ കാതലായ കുറേ മാറ്റങ്ങൾ അതിൽ വരുത്തണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു അഭ്യർത്ഥന നമ്മുടെ ഗവൺമെൻറ് മുഖവിലേക്ക് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കാതലായിട്ടുള്ള കുറേ അമെൻമെൻറ്റുകൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെ അമെൻമെൻറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഭർത്താക്കന്മാർക്ക് കുറച്ചും കൂടി ഒരു ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ പ്രതീക്ഷയാണ് അച്ചിൻസ് ഗുപ്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന് പറയുന്ന ഈ ഒരു കേസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലിനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.